നമസ്കാരം. തമിഴ് നടൻ വിജയ് അടുത്തിടെയാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. സ്വന്തമായി പാർട്ടി രൂപീകരിച്ച വിജയ് അടുത്ത തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയിൽ നിന്ന് സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുക്കാനായി വിജയ് അടുത്തിടെ ഒരു ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചിരുന്നു. മുസ്ലിം പണ്ഡിതന്മാർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന വിജയുടെ വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ അന്ന് അതിവേഗമാണ് വൈറലായത്. പല വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇതേ തുടർന്നുണ്ടായതും. മുസ്ലിങ്ങളെ തന്റെ പാർട്ടിയായ TVKയുമായി അടുപ്പിക്കാൻ വേണ്ടിയാണ് വിജയ് നോമ്പുതുറ സംഘടിപ്പിച്ചതെന്നായിരുന്നു സോഷ്യൽ മീഡിയയിലെ ചിലരെന്ന് പ്രതികരിച്ചത്. എന്നാൽ മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്നതിന് വിജയ് നടത്തുന്ന ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. ഇതിനിടയിൽ ഇപ്പോൾ വിജയ്ക്കെതിരെ പോലീസിൽ പരാതി വന്നിരിക്കുകയാണ്. തമിഴ്നാട് സുന്നത്ത് ജമാഅത്ത് എന്ന സംഘടനയുടെ ഭാരവാഹികളാണ് വിജയ്ക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഇഫ്താർ സംഘടിപ്പിച്ച് മുസ്ലിങ്ങളെ അപമാനിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ചെന്നൈ പോലീസ് കമ്മീഷണറുടെ ഓഫീസിലാണ് സംഘടനയുടെ ഭാരവാഹികൾ പരാതി നൽകിയിരിക്കുന്നത്. എന്നാണ് പരാതി നൽകാനുണ്ടായ സാഹചര്യമെന്ന തമിഴ്നാട് സുന്നത്ത് ജമാഅത്ത് ട്രഷറർ സയ്യിദ് കൗസ് തന്നെ വിശദീകരിച്ചിട്ടുമുണ്ട്. വിജയ് സംഘടിപ്പിച്ച ഇഫ്താർ ചടങ്ങിനിടെ മുസ്ലിങ്ങളെ അപമാനിച്ചുവെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. മദ്യപന്മാരും റൌഡികളും പരിപാടിയിൽ സംബന്ധിച്ചുവെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. നോമ്പുമായി യാതൊരു ബന്ധമില്ലാത്തവരും പങ്കെടുത്തത് മുസ്ലിങ്ങളെ അപമാനിക്കുന്നതാണ്. മനോവേദനയുണ്ടാക്കുന്ന വിധത്തിലാണ് വിജയ് ഇഫ്താർ സംഘടിപ്പിച്ചതെന്നും ഇക്കാര്യത്തിൽ വിജയ് ഖേദം പ്രകടിപ്പിച്ചതുമില്ല. മതിയായ സൗകര്യം ഇഫ്താർ സംഘടിപ്പിച്ച സ്ഥലത്തുണ്ടായിരുന്നതുമില്ല. കൂടാതെ വിജയുടെ വിദേശാംഗ രക്ഷകർ ജനങ്ങളോട് അനാദരവ് കാണിക്കുകയും അവരെ പശുക്കളെ പോലെ പരിഗണിക്കുകയും ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു. അതിനാൽ വിജയ്ക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് സുന്നത്ത് ജമാഅത്ത് എന്ന സംഘടന പറയുന്നത്. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണിത്, അല്ലാതെ ജനശ്രദ്ധ കിട്ടാൻ വേണ്ടിയല്ല പരാതി നൽകുന്നതെന്നും സയ്യിദ് കൗസ് പറയുന്നു. അതേസമയം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിജയ് റോയപ്പോർട്ട് YMCAയിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത്. നൂറുകണക്കിന് ആളുകളാണ് പരിപാടിക്ക് എത്തിയത്. തൊപ്പി ധരിച്ച് വെളുത്ത വസ്ത്രം ധരിച്ചാണ് വിജയ് ഇഫ്താർ വിരുന്നിന് എത്തിയത്. നമസ്കാരത്തിലും വിജയ് പങ്കെടുത്തിരുന്നു. കൂടാതെ നിലത്തിരുന്ന് മറ്റുള്ളവരെ പോലെ വിജയ് ഭക്ഷണം കഴിക്കുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു. അതേസമയം വിജയ് നടത്തുന്ന നീക്കങ്ങൾ രാഷ്ട്രീയമായി തന്നെ ഇന്ന് വലിയ രീതിയിൽ ചർച്ചയാകുകയാണ്. തമിഴ്നാട്ടിൽ ഭരണകക്ഷിയായ DMK, കേന്ദ്രം ഭരിക്കുന്ന BJP എന്നിവരെയാണ് വിജയുടെ ഓരോ നീക്കങ്ങളും ഇന്ന് ആശങ്കപ്പെടുത്തുന്നത്.